ഓക്കെ, വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് നമുക്കുണ്ട്. ജോബ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് പല പല റോൾസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. 3D മോഡലിംഗ്, അതുപോലെ തന്നെ പിന്നെന്താണ് അനിമേഷൻ, കോമ്പോസിറ്റിംഗ്, മാറ്റ് പെയിന്റിംഗ്, ടെക്സ്ചറിങ്, അതേപോലെ സ്പെഷ്യൽ എഫക്ട്സ് ഡിപ്പാർട്ട്മെന്റ്. അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള VFX പറയാൻ പറ്റുന്നത്. അനിമേഷനും എന്താണ് മോഡലിങ്ങും മെയിൻ ആയിട്ട് അതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ അസറ്റ്, ക്യാരക്ടർ, ഒരു വിഷ്വൽ എഫക്ട് ഷോട്ടിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ മോഡലറും റിഗറും അനിമേറ്റേഴ്സും ആണ് ഡിജിറ്റൽ ക്രിയേഷൻസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒറ്റ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. കോമ്പോസിറ്റിംഗ് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഓൾ ടുഗദർ ഒറ്റ ഷോട്ട് ആക്കുന്ന ആണ്. അതേപോലെ തന്നെ എലമെന്റ്സ് ഓഫ് ഷോട്ട് ലൈവ് ആക്ഷനിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനുള്ള 3D മോഡൽസും സ്പെഷ്യൽ എഫക്ട്സും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഫൈനലായിട്ട് കൊണ്ടുവരുന്നു. മാറ്റ് പെയിന്റിങ്ങും ടെക്സ്ചറിങ്ങും ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ BGA ഒരു വിഷ്വൽ എഫക്ട് ഷോട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഡിജിറ്റൽ സെറ്റ് ലൈവ് ആയിട്ടുള്ള ഫുട്ടേജിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നു. സ്പെഷ്യൽ എഫക്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻ ആയിട്ടും ഇതിന് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ ഡിജിറ്റൽ എലമെന്റ്സ് നമ്മൾ വിഷ്വലിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സ്മോക്ക്, അതേപോലെ ഫയർ, എക്സ്പ്ലോഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓരോ ഡിപ്പാർട്ട്മെന്റും എന്താണ് ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ടെക്നിക്കൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റും ഉണ്ട്, പിന്നെ എന്താണ് അല്ലാതെ ഉള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു മോഡേൺ ഫിലിം മേക്കിംഗ് എറയിൽ നമുക്ക് വിഷ്വൽ എഫക്ട്സ് ഇല്ലാതെ ഒരു സംഭവം ഇല്ല. അപ്പൊ വിഷ്വൽ എഫക്ട്സ് അനിമേഷനും കൂടെ എന്താണ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്.